We've lost track of time, don't know how to feel, but I'm not sorry. I'm lost in your eyes, are you even real? But don't you worry, I'm not looking for the one, no, I just wanna have some fun. Hello, welcome back to my channel. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക എന്ന് വിചാരിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ഈദ് ആശംസകൾ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഈദ് മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്രോഡക്റ്റ് ഒന്നും വാങ്ങിക്കാൻ പറ്റൂല. എന്നാൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ് വെച്ചിട്ട് എങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഈദ് മേക്കപ്പ് ലുക്ക് ചെയ്യാന്നുള്ളതാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതും ഒരു പ്രോഡക്റ്റ് തന്നെ നമുക്ക് പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതായത് നിങ്ങളുടെ കയ്യിൽ കൺസീലർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫൗണ്ടേഷൻ തന്നെ കൺസീലർ ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ഐഷേഡോ പാലറ്റ് വെച്ചിട്ട് നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാനും ഐ മേക്കപ്പ് ചെയ്യാനും കോണ്ടോർ ചെയ്യാനും ബ്ലഷ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ടിപ്പും കൂടി ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗുഡ് വൈബ്സിൻ്റെ അലോവേര ജെല്ലാണ്. ഇത് വന്നിട്ട് നമുക്കൊരു മോയ്സ്ചറൈസറായിട്ടും പ്രൈമറായിട്ടും യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇനി എക്സ്ട്രാ നമ്മളൊരു പ്രൈമർ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഗുഡ് വൈബ്സിൻ്റെ അലോവേര ജെൽ തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് അലോവേര ജെല്ല് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇനി അതല്ല മോയ്സ്ചറൈസറാണ് നമ്മളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി. നമ്മൾ ആദ്യം തന്നെ മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ മുമ്പ് നമ്മളുടെ സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യണം, അത്രയേ ഉള്ളൂ. പിന്നെ പ്രൈമറൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. അതായത് ഓപ്പൺ പോഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. അതല്ല ഹെവി ഫങ്ഷൻ ഒക്കെ ആണെങ്കിൽ നമ്മളുടെ മേക്കപ്പ് കുറെ കൂടി ലോങ് ലാസ്റ്റിംഗ് ആക്കണം എന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. അല്ലാതെ മേക്കപ്പിൽ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ സ്കിന്ന് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് വന്നിട്ട് നമുക്കൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് UVedge എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്. ഇത് വന്നിട്ട് SPF 50 വരുന്നുണ്ട്. മാത്രമല്ല UVA UVB പ്രൊട്ടക്ഷനും PA++ഉം വരുന്ന നല്ല അടിപൊളി ഒരു സൺസ്ക്രീനാണ്. ഇത് വന്നിട്ട് സെൻസിറ്റീവ് സ്കിന്നുള്ള ആളുകൾക്കും അതുപോലെ തന്നെ നന്നായിട്ട് പിമ്പിൾസ് വരുന്ന സ്കിന്നുള്ള ആളുകൾക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, സൺസ്ക്രീൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പം അതൊരു മോയ്സ്ചറൈസറിനെ പോലെ മസാജ് ചെയ്ത് നമ്മളുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യിക്കാൻ പാടില്ല. ജസ്റ്റ് ഒരു ലെയർ പോലെ നമ്മളുടെ സ്കിന്നിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്യാൻ മാത്രമേ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഫേസിലും നെക്കിലും നന്നായിട്ട് സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നിവ്യയുടെ ലിപ് ബാമാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ചെറി ഷൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇനി നമുക്ക് വേണ്ടത് ഫൗണ്ടേഷനാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് Maybelline ന്യൂയോർക്കിൻ്റെ സൂപ്പർ സ്റ്റേ 24 ഹവർ ഫുൾ കവറേജ് ഫൗണ്ടേഷനാണ്. 220 നാച്ചുറൽ ബേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഈ ഒരു ഫൗണ്ടേഷൻ തന്നെയാണ് ഇന്ന് നമ്മൾ കൺസീലറായിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഫൗണ്ടേഷൻ നമ്മളുടെ കൈയുടെ മുകളിൽ എടുക്കുക. എന്നിട്ട് നമുക്ക് എവിടേക്കാണോ ഡാർക്ക് സർക്കിൾ ഉള്ളത് അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട് ഉള്ളത് ആ ഭാഗങ്ങളിൽ മാത്രം ആദ്യം തന്നെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് നന്നായിട്ട് ഡാർക്ക് സർക്കിളും പിഗ്മെൻറ്റേഷനും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആദ്യം തന്നെ ആ ഭാഗങ്ങളിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ സെക്കൻഡ് കോട്ടായിട്ട് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡാർക്ക്നെസ് ഒക്കെ നന്നായിട്ട് കവറായി കിട്ടും. അപ്പം ഞാനിത് ബ്രഷ് വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം, എന്നാലേ അത് നമ്മളുടെ സ്കിന്നായിട്ട് നന്നായിട്ട് മാച്ച് ചെയ്ത് പോവുള്ളൂ. പിന്നെ ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് 220 നാച്ചുറൽ ബേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ് വന്നിട്ട് എൻ്റെ സ്കിൻ ടോണിനേക്കാളും കുറച്ചൊരു ലൈറ്റർ ആയിട്ടായിരിക്കും നിങ്ങൾക്കിപ്പോൾ കാണുമ്പം തോന്നുന്നുണ്ടാവുക. എന്നാലും ഈ ഒരു ഷെയ്ഡ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ഓക്സിഡൈസ് ആവും. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഷെയ്ഡിനേക്കാളും ഒരു പൊടിക്ക് ലൈറ്റർ ആയിട്ടുള്ള ഷെയ്ഡ് സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് നന്നായിട്ട് ഓക്സിഡൈസ് ആയിട്ട് ഒന്നുകൂടി ഡാർക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു ഫൗണ്ടേഷൻ കൺസീലറായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു സെയിം ഫൗണ്ടേഷൻ തന്നെയാണ് നമ്മൾ ഫേസിലേക്കും കൂടെ അപ്ലൈ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫൗണ്ടേഷൻ നമ്മളുടെ കയ്യിലെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് മോയ്സ്ചറൈസർ കൂടി മിക്സ് ചെയ്യാം. ഞാൻ ഇതൊരു ഫുൾ കവറേജ് ഫൗണ്ടേഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കട്ടിയൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് മോയ്സ്ചറൈസർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളില്ലേ ഇതുപോലെ ഫുൾ കവറേജ് ഫൗണ്ടേഷൻ്റെ കൂടെ കുറച്ച് മോയ്സ്ചറൈസർ കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഫൗണ്ടേഷൻ ഒന്ന് ലൂസായി കിട്ടും. അപ്പം നമുക്കത് എളുപ്പത്തിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. മാത്രമല്ല നമ്മൾ ഈ ഒരു ഫുൾ കവറേജ് ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ച് ഹെവി ആയിട്ടായിരിക്കും നമ്മളുടെ സ്കിന്നിൽ ഉണ്ടാവുക. അതായത് ഒരു പുട്ടിയടിച്ച ഫീൽ ഉണ്ടാവും.
എന്നാൽ നമ്മളത് ഇതുപോലെ മോയ്സ്ചറൈസറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഫിനിഷ് ആയിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് ഈ ഒരു ഫൗണ്ടേഷൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ എടുക്കുമ്പം നന്നായിട്ട് വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞെടുക്കണം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യുമ്പം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ എപ്പം മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ നന്നായിട്ട് വാഷ് ചെയ്തിട്ട്, അതായത് എന്തെങ്കിലും ഫേസ് വാഷൊക്കെ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം എടുത്ത് വെക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്യൂട്ടി ബ്ലെൻഡർ എടുക്കുമ്പം അത് നന്നായിട്ട് വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. പിന്നെ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ നമ്മൾ വാങ്ങിച്ചിട്ട് അത് 3 മാസം മുതൽ 6 മാസം വരെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ ആ ഒരു സാധനം യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മളുടെ സ്കിന്നിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഫൗണ്ടേഷൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഹിലാറി റോദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഷേഡോ പാലറ്റാണ് എടുത്തിട്ടുള്ളത്. അതിൽ വരുന്ന ഒരു ഡാർക്ക് ബ്രൗൺ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു ആഷ് കളർ കൂടിയിട്ടുള്ള ഒരു ബ്രൗൺ ആണ്. ആ ഒരു കളർ വെച്ചിട്ടാണ് ഐബ്രോസ് ഫില്ല് ചെയ്യുന്നത്. ഈ ഒരു ഐഷേഡോ പാലറ്റ് വന്നിട്ട് 01 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് റേഞ്ചിലുള്ള ഒരു പാലറ്റാണ്. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഐബ്രോ ജെല്ലോ അല്ലെങ്കിൽ ഐബ്രോ പെൻസിലോ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിലും നമുക്കൊരു ഐഷേഡോ പാലറ്റ് ഉണ്ടെങ്കിൽ അതിൽ വരുന്ന ഒരു ബ്രൗൺ കളർ വെച്ചിട്ട് നമുക്ക് ഐബ്രോസ് നന്നായിട്ട് ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നല്ല നാച്ചുറൽ ആയിട്ടുള്ള ലുക്കാണ് ഈ ഒരു ബ്രൗൺ വെച്ചിട്ട് നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പം കിട്ടുക. അപ്പോൾ നമ്മൾ ഒരു ഐബ്രോ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ രണ്ടും കാണുമ്പം അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും. നമ്മൾ ഫില്ല് ചെയ്തത് വന്നിട്ട് നല്ല നാച്ചുറൽ ആയിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമ്മളുടെ 2 ഐബ്രോസും ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസ് ഒന്ന് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ലാക്മി അബ്സല്യൂട്ടിൻ്റെ ഒരു കോമ്പാക്ട് പൗഡറാണ്. അപ്പോൾ നമുക്ക് എവിടേക്കാണോ പെട്ടെന്ന് വേർക്കുക എന്ന് വെച്ചാൽ ആ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കോമ്പാക്ട് പൗഡറിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 03 ഗോൾഡൻ മീഡിയം എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇതെനിക്ക് പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ്. അപ്പം നിങ്ങൾക്കും ഒരു മീഡിയം സ്കിൻ ടോൺ ആണ്, യെല്ലോ അണ്ടർ ടോൺ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു കോമ്പാക്ട് പൗഡർ നന്നായിട്ട് മാച്ച് ചെയ്യും. ഇനി നമുക്ക് നമ്മളുടെ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു സെയിം ഐ ഷേഡോ പാലറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഹിലാറി റോദ എന്ന് പറഞ്ഞിട്ടുള്ള 01 ഷെയ്ഡ് റേഞ്ച് വരുന്ന ഐ ഷേഡോ പാലറ്റ് ആണ്. ഇതിൽ വരുന്ന ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് നമുക്ക് ക്രീസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ വരുന്ന ഈ ഒരു മുന്തിരി കളർ എടുത്തിട്ട് അത് കുറച്ചൊരു ഷിമറി ആയിട്ടുള്ള ഷെയ്ഡാണ്. അതെടുത്തിട്ട് നമ്മളുടെ കണ്ണിൻ്റെ ഔട്ടർ കോർണറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുഴുവനായിട്ടും അപ്ലൈ ചെയ്യാൻ പാടില്ല. നമ്മളുടെ കണ്ണിൻ്റെ പകുതി ഭാഗം മാത്രം ഈ ഒരു പർപ്പിൾ കളർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പർപ്പിൾ കളർ വന്നിട്ട് കുറച്ചൊരു ലൈറ്റ് ആയിട്ടുള്ള കളറാണ്. അപ്പോൾ അതിനെ കുറച്ചുകൂടി ഒന്ന് ഡാർക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ആ ഒരു ബ്രൗൺ വെച്ചിട്ട് ഔട്ടർ കോർണറിൽ ഒന്നുകൂടി ഡാർക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ കണ്ണിൻ്റെ ഇന്നർ കോർണറിലേക്ക് ഈ ഒരു കോപ്പർ ഷെയ്ഡ് എടുക്കാം. അതായത് നമ്മൾ പകുതി ഭാഗത്ത് മാത്രമാണ് ഈ ഒരു പർപ്പിൾ കളർ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ബാക്കി ഭാഗത്ത് വന്നിട്ട് ഈ ഒരു കോപ്പർ കളറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതും ഷിമറി ആയിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രഷ് വെച്ചിട്ട് എടുക്കുമ്പം അത്രത്തോളം ഇത് പിഗ്മെൻറ്റഡ് അല്ല. അപ്പം നമ്മൾ കൈ വെച്ചിട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് കളറ് നമുക്ക് കിട്ടുന്നത്. കൈ വെച്ചിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിലും എന്തെങ്കിലും ഹാർഷ് ആയിട്ടുള്ള ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ ഒരു സെയിം കോപ്പർ ഷെയ്ഡ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ കണ്ണിൻ്റെ ഇന്നർ കോർണർ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു പർപ്പിൾ കളർ വെച്ചിട്ട് കണ്ണിൻ്റെ താഴെ കൂടി ഒന്ന് നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ഐ ഷേഡോ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു സെയിം ഐ ഷേഡോ പാലറ്റിൽ തന്നെ വരുന്ന ഈ ലൈറ്റ് കളർ എടുത്തിട്ട് നമുക്ക് നമ്മളുടെ ഫേസ് കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫേസ് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ മുഖത്തിൻ്റെ ഹൈ പോയിൻറ്റ്സിൽ വേണം നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട്. അതായത് ഞാനിപ്പോൾ എൻ്റെ ചീക്ക് ബോൺ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മൂക്ക്, ചുണ്ടിന് തൊട്ട് മുകളിലായിട്ട് ഇത്രയും ഭാഗം മാത്രമാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് കണ്ണ് എഴുതി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരുപാട് പ്രോഡക്റ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ആകെപ്പാടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഡാസ്ലറിൻ്റെ ഐലൈനറാണ്. ഇത് ഒട്ടുമിക്ക എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുന്ന ഒരു ഐലൈനറാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനും ഇതന്നെ എടുത്തിട്ടുള്ളത്. ഈ ഒരു സെയിം ഐലൈനർ വെച്ചിട്ട് തന്നെയാണ് ഞാൻ കണ്ണിൻ്റെ മുകളിലും അതുപോലെ തന്നെ താഴെയും ഒക്കെ എഴുതി കൊടുക്കാൻ പോകുന്നത്. മാത്രമല്ല ഈ ഒരു സെയിം ഐലൈനർ തന്നെയാണ് ഞാനിന്ന് മസ്കാരയായിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പം മസ്കാരയായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐലൈനർ എടുത്തിട്ട് നമ്മളുടെ കൺപീലിയുടെ മുകളിൽ മാത്രം അത് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ലൂസ് പൗഡർ കുറച്ചെടുത്തിട്ട് നമ്മൾ ഈ ഒരു കൺപീലിയുടെ മുകളിൽ ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിവിടെ ബ്രഷ് വെച്ചിട്ടാണ് ഇടുന്നത്. ഇനി ഒന്നുകൂടെ നമ്മളുടെ ഐലൈനർ എടുത്തിട്ട് നമ്മൾ മസ്കാര ഇടുന്ന പോലെ നമ്മളുടെ കൺപീലിയുടെ മുകളിൽ മാത്രമായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഒന്നുകൂടി നന്നായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ കാലിയായിട്ടുള്ള ഏതെങ്കിലും ഒരു മസ്കാരയുടെ ഇതുപോലെയുള്ള ബ്രഷ് ഉണ്ടാവും, അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മസ്കാരയും ഐ പെൻസിലും ഒന്നും ഇല്ലാണ്ട് തന്നെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഐ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു സെയിം ഐ ഷേഡോ പാലറ്റിൽ തന്നെയുള്ള ഒരു പിങ്ക് കളർ എടുത്തിട്ട് ബ്ലഷ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ബ്ലഷ് അപ്ലൈ ചെയ്യുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഐ ഷേഡോ പാലറ്റിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു കളർ വെച്ചിട്ട് നമുക്ക് ബ്ലഷ് ആയിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ ബ്ലഷ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് കവിളുണ്ടെങ്കിൽ ഇതുപോലെ ചീക്ക് ബോണിൻ്റെ തൊട്ട് താഴെയായിട്ട് വേണം നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി അതല്ല നമുക്ക് ഒട്ടും കവിളില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ കവിളിൽ തന്നെ വേണം നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്യാനായിട്ട്. എന്നാലേ നമുക്ക് കുറച്ച് കവിളുള്ള പോലെ തോന്നിക്കുകയുള്ളൂ. ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ലാക്മിയുടെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് റോയൽ റസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. പക്ഷേ ഈ കളർ വന്നിട്ട് ഈ മേക്കപ്പിൻ്റെ കൂടെ അത്രയ്ക്ക് അങ്ങോട്ട് മാച്ച് ചെയ്ത് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഐ ഷേഡോ പാലറ്റിൽ നിന്ന് കുറച്ചുകൂടെ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഈ ലിപ്സ്റ്റിക്കിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ലിപ്സ്റ്റിക്കിൻ്റെ കളർ നമുക്ക് മാറ്റിയെടുക്കാനും പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ ലിപ്സ്റ്റിക്ക് ഒന്നുകൂടി ലോങ് ലാസ്റ്റിംഗ് ആക്കാനും പറ്റും. പിന്നെ നമുക്കൊരു കാര്യം മറന്നു പോയിട്ടുണ്ട്, അതായത് നമ്മളുടെ മൂക്ക് നമുക്കൊന്ന് കോണ്ടോർ ചെയ്യണം. അതിനും ഞാൻ ഈ ഒരു സെയിം ഐ ഷേഡോ പാലറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്തിട്ടുള്ള ആ ഒരു ബ്രൗൺ കളർ വെച്ചിട്ടാണ് നോസ് കോണ്ടോർ ചെയ്യുന്നത്. മൂക്കിന് ഒന്നുകൂടി നീളം തോന്നിക്കാനും അതുപോലെ തന്നെ ഒന്നുകൂടി ഷേപ്പ് ആവാനും വേണ്ടിയിട്ടാണ് നമ്മൾ മൂക്ക് കോണ്ടോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫേസും ഒക്കെ നമ്മൾ കോണ്ടോർ ചെയ്യാറുണ്ട്. പക്ഷേ ഞാനിവിടെ എൻ്റെ മൂക്ക് മാത്രമാണ് കോണ്ടോർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ മേക്കപ്പ് ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.